പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? പരീക്ഷയ്ക്കുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തോ? പഠിച്ചോ? പഠിക്കണം. ബയോളജി ഒക്കെ പഠിച്ചോ? പഠിച്ചോ? ട്രീസ് ഓഫ് ലൈഫ് പഠിച്ചോ? അതൊക്കെ പഠിച്ചു. ടാക്സോണമി പഠിച്ചു. സയന്റിഫിക് നെയിം പഠിച്ചു. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇന്നിപ്പോ നമ്മള് ബയോളജിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ബയോളജി നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് പോകാം. ഓക്കെ, അപ്പോ നമ്പർ എന്തൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Okay. എല്ലാരും രാവിലെ ഫുഡ് കഴിച്ചോ? റെഡിയാണോ പഠിക്കാൻ? അപ്പോ നമുക്ക് പുതിയൊരു ടോപ്പിക് വരും. ഓക്കെ, നിങ്ങൾ ഇതുവരെ കേട്ടില്ലാത്ത പുതിയൊരു കാര്യം പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങള് ബബിൾ ഗം കഴിക്കാറുണ്ടോ? ബബിൾ ഗം എന്താ അറിയാം? ബബിൾ ഗം അറിയില്ലേ? ബബിൾക്ക് അറിയാത്ത മിഠായി ബബിൾ ഗം ആണല്ലേ? അതെ, നമ്മള് കഴിച്ചിറക്കാറുണ്ട്. എപ്പോ തൊപ്പിക്കളയും? മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെ? മധുരം ഫുള്ള് നമ്മള് ഇറക്കിയതിനു ശേഷം ആ ബൂമർ നമ്മൾ വാങ്ങി തൊപ്പിക്കളയാറാണ്. ഓക്കെ, ഇത് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്വീറ്റ് ആണ് ഈ പറഞ്ഞ ബൂമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബബിൾ ഗം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സംഭവം. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് മിക്കവാറും നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. നമ്മള് സാധാരണ ചവയ്ക്കാണോ ചെയ്യുന്നത്, അതോ ഇത് വെച്ചിട്ട് എന്തെങ്കിലും പരിപാടിക്ക് ചെയ്യുന്നുണ്ടോ? അതാണ് ഇങ്ങനെ സംഭവം ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? പിന്നെ എന്താ ബബിൾ ഗം എന്ന് വിളിക്കുന്നത്? ബബിൾ ഗം എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ ബബിൾ വരുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഊതി വീർപ്പിച്ച് നാക്കിനെ അടയ്ക്കുന്ന ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആ ഓക്കെ, അപ്പം മോനെ പേരുണ്ടോ? ഡോൺസിലി ഭയങ്കരമാണ് ഈ ബബിൾ വീർപ്പിക്കുന്നത്. ബാക്കി വെച്ചിട്ട് ഊതുമ്പോഴത്തേക്കും ഇങ്ങനെ വീർത്ത് വരും. എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ? നമ്മള് കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ഇരുന്നോ. അപ്പൊ നമ്മൾ ഈ ബബിൾ ഗം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ ഡെയിലി ആണെങ്കിൽ നിങ്ങൾ ദിവസം അല്ലാതെ ട്യൂഷനൊക്കെ പോയിട്ട് വൈകിട്ട് പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളെ ചുമ്മാ വായിച്ചിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞ ബബിൾ. ഇത് കഴിക്കുന്ന അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഗുണമുണ്ട്. എന്തോ ജോലിയും ചെയ്യും. നമ്മുടെ ബബിള് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ടീത്തൊക്കെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവും. അതുപോലെ തന്നെ നമ്മുടെ ടീത്തിനൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി കണ്ടീഷൻസിലേക്ക് നമുക്ക് ചവയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ടീത്ത് എല്ലാം നമ്മുടെ ബബിൾ എന്ന് പറയുമ്പോൾ നമ്മള് മിക്കവാറും നമ്മുടെ പല ടൈപ്പ് ടീത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ടീത്തിനകത്ത് എല്ലാത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ടീത്തിന്റെ ഒക്കെ ഹെൽപ്പിനൊക്കെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ബബിൾ ഗം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാം. ഇത് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടോ? വിഴുങ്ങിയിട്ട് എന്താ, എങ്ങനെയായിരുന്നു പറ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? വിഴുങ്ങി കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചത്? ആൾക്കാരെല്ലാം പറഞ്ഞു മരിച്ചു പോകുന്നു. ആരെയും പറഞ്ഞു മരിച്ചു പോകുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, അപ്പൊ ബബിൾ ഗം വിഴുങ്ങി കഴിഞ്ഞാൽ മരിച്ചു പോകായിരിക്കും. എന്താ നിങ്ങൾ ചെയ്യുന്നു? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? മരിച്ചു പോവും? മരിച്ചൊന്നും പോകത്തില്ല. നമ്മൾ നോർമലി കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബബിൾ ഗം ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ കൂട്ടുകാരോട് സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സംഭവം എന്ത് ചെയ്യാം? തൊണ്ടയൊക്കെ കുടിയും മരിക്കാം. ഓക്കെ, വയറ്റിൽ പോയ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആയി പോകും. പക്ഷെ തൊണ്ടയിൽ കുടുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം വരും. ഓക്കെ, അപ്പൊ ഒരാള് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരാൾ എഴുതിയിട്ടൊന്ന് വായിക്കാം.
ഹെഡിങ്സ് എന്തൊക്കെയാണ് വായിച്ചത്? കുഞ്ഞു മരിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഇരുന്നോ. അപ്പൊ ഈ രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ഹെഡിങ്ങിന്റെ മെയിൻ പ്രശ്നം എന്തുവാണ്? തൊണ്ടക്കുഴി ബബിൾ ടോൺ തൊണ്ടക്കുഴി. നിങ്ങൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മിഠായികളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ റംബൂട്ടാനുണ്ട്, അതുപോലെ കപ്പലണ്ടി ഉണ്ട്, പിന്നെ ഇടയ്ക്ക് നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് കൊച്ചുകുട്ടികൾ മുലപ്പാൽ തൊണ്ടക്കുഴി മരിക്കാറുണ്ട്. തൊണ്ട അത്ര വലിയ സംഭവമാണ്. തൊണ്ട അത്ര വലിയ സംഭവമാണ്. നമ്മളെ കൊല്ലാൻ പറ്റുന്ന സാധനമൊക്കെ ഇതിനകത്തുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇത്? എന്തുകൊണ്ടായിരിക്കും സംഭവം? ഏത് സിസ്റ്റമായിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ, ഏത് സിസ്റ്റത്തിനകത്തായിരിക്കും ഈ ഒരു ബബിൾഗോം ഈ പറഞ്ഞ പ്രശ്നം? ആ ശ്വാസകോശം, നമ്മുടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ നമ്മൾ ബബിൾഗം കഴിക്കുന്ന ശ്വാസം കൂടെ പിന്നെ അപ്പൊ പിന്നെ ഇതൊരു ശ്വാസകോശം എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? ലങ്സിലൊക്കെ എത്തും. ഏത് ടു? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം എനിക്ക് ഇവിടെ പറഞ്ഞു തന്നു. നമ്മളപ്പോ ആ ടോപ്പിക്കിനോട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റവും നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റവും നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, ഈ രണ്ട് സിസ്റ്റവും കൂടി ഒരുമിച്ച് വരുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോസസ്. ആ പ്രോസസിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സ്വാലോയിങ് എന്ന് പറയും, അല്ലെങ്കിൽ വീഴിംഗ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ആഹാരം കഴിക്കുന്ന എങ്ങനെ? ചവച്ചരച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ തൊണ്ടയിൽ കൂടെ ഇറക്കി വിടുക. ആ ഇറക്കി വിടുന്ന പ്രോസസ്സിനെ പറഞ്ഞ നേരം എന്തോ സ്വാലോയിങ്. സ്വാളോ വാക്ക് കേട്ടുണ്ടോ? സ്വാളോ ചെയ്യാം. ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചില്ലേ? ഇല്ലയോ? സ്വാളോയിങ് എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്യാന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കഥയൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ വാക്ക് കോമൺ ആയിട്ട് കേൾക്കുന്നത് വാക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. നോക്കോ, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ തൊണ്ടയിൽ പിള്ളേർ മരിക്കുന്നത് പഠിക്കാൻ? ഇവിടെ നോക്കോ, ബോഡി നോക്കും. അപ്പൊ നമുക്ക് ഒരാളെ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഒരാളെ വരച്ചു നോക്കാം. ആദ്യമേ അയാളുടെ മൂക്ക് വരയ്ക്കാം. മൂക്ക് കഴിഞ്ഞിട്ട് ഇതാണ് മൗത്ത്. ഇരിക്കട്ടോ. ഓക്കെ, ശ്വാസം എടുക്കുന്ന ഓപ്പണിങ്ങിന് പേരെന്താ? ശ്വാസം എടുക്കുന്ന മൂക്കി കൂടെ. ഓക്കെ, മൂക്കിനകത്ത് രണ്ട് ഹോൾസ് ഇല്ലേ ഇവിടെ? ആ ഹോൾസിന്റെ പേരെന്താ? നോസ്ട്രിൽസ് എന്ന് പറയും. ഇത് പേര് നോസ്ട്രിൽസ്. എത്ര നോസ്ട്രിൽസ് ഉണ്ട്? രണ്ട് നോസ്ട്രിൽസ്. ഓക്കെ, ഈ നോസ്ട്രിയിൽ ഒരു ട്യൂബ് ഇങ്ങനെ പോയിട്ട് താഴോട്ടേക്ക് ഒരു ട്യൂബ് ഇങ്ങോട്ട് പോകും. അതുപോലെ നമ്മുടെ മൗത്ത് ഇതാണ്. മൗത്തിനകത്ത് നിന്ന് പിന്നീട് ഒരു ട്യൂബ് ആണ് ഇങ്ങോട്ടേക്ക്. ഇത് എവിടെ നിന്ന് വന്ന ട്യൂബാ? നോക്കി പറ, ഇത് എവിടെ നിന്ന് വന്ന ട്യൂബാ? മൂക്കിന് ഓപ്പണിംഗ് വിളിച്ച് വരുന്ന നോസ്ട്രിൽസിൽ നിന്ന് വന്ന ഈ ട്യൂബാണ് ഞാൻ ഇവിടെ വന്ന് മൗത്തിന്റെ ഈ ട്യൂബായിട്ട്, മൗത്തിന്റെ ട്യൂബ് അല്ലേ, ഇതുമായിട്ട് ജോയിൻ ചെയ്തു. ഈ രണ്ട് ട്യൂബുകളും കൂടി കണക്ട് ചെയ്തത് ഈ ജംഗ്ഷനെ, ഈ രണ്ടും കൂടെ കണക്ട് ചെയ്തത് ജംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫാരിങ്സ് എന്ന് വിളിക്കും. ഇത് പേര് ഫാരിങ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന് നോസിന്റെ ഓപ്പണിങ്സ്, അങ്ങനെ പറഞ്ഞ വരുന്നത് നോസ്ട്രിൽസും അതുപോലെ തന്നെ മൗത്തിന്റെ ട്യൂബ് വന്ന് കണക്ട് ചെയ്യുന്ന ആ രണ്ട് ട്യൂബുകളുടെ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയാം ഫാരിങ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഫാരിങ്സിന്റെ ഒരു ഡെഫിനിഷൻ പറയാം. എന്താ മലയാളത്തിൽ പറയാം? ഫാരിങ്സ് എന്ന് വെച്ചാൽ എന്ത് കണ്ടേ? ആ വായു വരുന്ന ട്യൂബും മൂക്കിൽ വരുന്ന ട്യൂബും കൂടി കമ്പൈൻ ചെയ്ത് ജംഗ്ഷനാണ് എന്ന് പറയുന്നത് ഫാരിങ്സ്. ഇംഗ്ലീഷ് എങ്ങനെ പറയും? സെന്റൻസ് ആക്കും. ഇറ്റ്സ് എ ജംഗ്ഷൻ ഓഫ് ജംഗ്ഷൻ ഓഫ് ബോത്ത് നോസ് ആൻഡ് മൗത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫാരിങ്സിനെ നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ നേസൽ ക്യാവിറ്റി എന്ന് പറയും. അത് എന്താണെന്ന് വെച്ചാൽ മൂക്കിൽ വരുന്ന ഈ ട്യൂബ് തന്നെ ഇവിടെ വന്നിട്ട് ക്യാവിറ്റിയിലേക്കാണ് വരുന്നത്. ആ ക്യാവിറ്റി നമ്മൾ പറഞ്ഞ പേരാണ് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയും അതുപോലെ തന്നെ ഈ മൗത്തും തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയാം ഫാരിങ്സ് എന്ന്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ നേസൽ ക്യാവിറ്റി ആൻഡ് മൗത്ത്. ഓക്കെ, ഇനി നോക്കിക്കോ, ഈ പറഞ്ഞ മൗത്തിന്റെ നിങ്ങൾ നാക്കുണ്ടല്ലോ, നാക്ക് പുറത്ത് കാണിച്ചേ. ഈ നാക്ക് വെച്ചിട്ട് നമ്മുടെ മേളില് വായ മേളിൽ തൊട്ട് നോക്കി, അവിടെ ഇങ്ങനെ രണ്ടു തൊട്ടൊന്ന് ഉരച്ചു നോക്കി. ഇക്ലിയാവുന്നുണ്ടോ? ആയോ? മേളില് ചുണ്ടിലല്ല, വായ്ക്കകത്ത് തന്നെ മേളിലൊരു പാർട്ടുണ്ട്. മേളിലൊരു പാർട്ടി വരും. അവിടെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഒന്ന് നാക്കാക്കി നോക്കി. എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നും ഫീൽ ചെയ്യുന്നു. അപ്പൊ എന്താ കുഴപ്പം? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത് നാക്കെടുത്തിട്ട് ഇങ്ങനെ ഉരച്ചു നോക്കും. മേളില് ഉരച്ചു നോക്കിയോ?
എന്ത് ഫീൽ ചെയ്തു? ചെറുതായിട്ട് നമുക്ക് ഇക്കിളാവുന്നില്ലേ? ആ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മുടെ നാക്കിരിക്കുന്ന സ്ഥലം എന്താണ്? ഇവിടെയാണ് നമ്മുടെ ടങ് എന്ന് പറയുന്ന ഓർഗൻ വരുന്നത്. ഈ ടങ് നമ്മളിങ്ങനെ മേളത്തെ സർഫസിൽ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇക്കിളി ഫീൽ ചെയ്യുന്ന ഈ ഇക്കിളി ഉണ്ടാകുന്ന ഈ സ്ഥലത്ത് വിളിക്കുന്ന പേരാണെന്ന് പറയും പാലറ്റ് എന്ന് പറയും. അതിന് പകരം വരുന്ന പാലറ്റ്. മുകളിലുള്ള നാക്കിന്റെ മുകളിൽ കാണുന്ന സൈഡിലുള്ള പാർട്ടിനെ പറഞ്ഞ പേരാണ് പാലറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നാക്കിട്ട് ഉരയ്ക്കുമ്പോൾ ഇക്കിളി ആണ് സൈഡ് എന്തോ പാലറ്റ്. ഓക്കെ, ഇതാരാ? മൗത്തിനകത്ത് എന്തുണ്ട്? ആ ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ടങ്, ഇത് കഴിഞ്ഞിട്ട് അതെന്തോ പാലറ്റ്. പാലറ്റ് ഇതെന്തുവാ? ജംഗ്ഷൻ, കോമൺ ജംഗ്ഷൻ ഓഫ് നേസൽ ക്യാവിറ്റി ആൻഡ് മൗത്ത് ഈസ് കോൾഡ് പാലറ്റ്. ഓക്കെ, നമ്മുടെ മൗത്തിന്റെ ഈ ട്യൂബ് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം രണ്ടായി സ്പ്ലിറ്റ് ആവും. രണ്ടായി സ്പ്ലിറ്റ് ആവും. ഇതിന് കുറച്ച് നല്ലൊരു പടം ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണോ? കണ്ടോ? ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഫ്രണ്ടിൽ ഒരു ട്യൂബ് ഉണ്ട്, ബാക്കിൽ ഒരു ട്യൂബ് ഉണ്ട്. ഫ്രണ്ടിലുള്ള ഈ ട്യൂബിനെ നമ്മൾ പറയുന്ന പേര് ട്രക്കിയ എന്ന് വിളിക്കും. ട്രക്കിയ എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കുന്നത്? ട്രക്കിയ എന്ന് വിളിക്കും. ആൻഡ് ബാക്കിലുള്ള ഈ ട്യൂബിനെ പറയുന്ന പേരാണ് ഇസോഫാഗസ് എന്ന് വിളിക്കും. ഇസോഫാഗസ് എന്ന് വിളിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇസോഫാഗസിന്റെ സ്പെല്ലിംഗ് പണ്ട് പഠിച്ചിട്ടുള്ളത് എന്തായിരിക്കും? ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ആണോ? ഇപ്പൊ നമ്മൾ എഴുതുന്ന സ്പെല്ലിംഗ് ആണ് ഇസോഫാഗസ് ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. ഓ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പുതിയ സ്പെല്ലിംഗ് ഇതാ. അപ്പൊ ഇത് രണ്ടും ഇസോഫാഗസ് തന്നെ വായിക്കാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാനിപ്പോ ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നാട്ടിൽ കൂടെ ഈ ഫുഡ് വിഴുങ്ങി നാണ്ട് രണ്ട് വഴിയുണ്ട്. ഇതിലൂടെ പോകും, ഇതിലേക്കൂടെ പോകും, ഇതിലേക്കൂടെ പോകും. ട്രക്കിയ വഴി പോവോ ഇസോഫാഗസ് വഴി? ട്രക്കിയ വഴി എന്ത് പോകുന്നത്? ട്രക്കിയ വഴി എന്ത് പോകുന്നത്? എന്താ പോകുന്നത്? എയർ. അപ്പൊ ഇത് എയർ പൈപ്പ് അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്ന് പറയും. ട്രക്കിയ പോകുന്നത് കാറ്റിനെ കടത്തി വിടുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞത് എന്തോ വിൻഡ് പൈപ്പ്. അപ്പൊ ഇതെന്തോ പൈപ്പ്? പൈപ്പ്. ഫുഡ് പോകുന്ന പൈപ്പ് ഫുഡ് പൈപ്പ്, കാറ്റ് പോകുന്ന പൈപ്പ് കാറ്റ് പോകുന്ന പൈപ്പ് പേരെന്തോ? വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഫുഡ് എങ്ങനെ ഇതിലേക്കൂടെ തന്നെ പോകും? അതിനെ താഴെ ഇതുവഴി പോകും. ആ അടപ്പുണ്ട്, കുറെ ആരും നിങ്ങൾക്ക് അറിയാം, ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ട്രക്കിയക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് നമ്മൾ പറയുന്ന പേര് ഗ്ലോട്ടിസ് എന്ന് വിളിക്കും. ഇത് പേര് ഗ്ലോട്ടിസ്. ട്രക്കിയയുടെ ഓപ്പണിംഗിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. ട്രക്കിയ കൂടെ പോകുന്നത് ഫുഡാണോ അതോ എയർ ആണോ? എയർ പോകുന്ന പൈപ്പാണ് ട്രക്കിയ. ട്രക്കിയക്ക് ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗ് പേരാണ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിന് ഒരു അടപ്പുണ്ട്, ഇതാണ് ഇതിന്റെ മണ്ടയ്ക്ക് അടപ്പ്. ആ അടപ്പിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കും. എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കും. അപ്പൊ ഗ്ലോട്ടിസും ഉണ്ട്, പിന്നെ എന്തുണ്ട്? എപ്പിഗ്ലോട്ടിസും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആ ഗ്ലോട്ടിസിന്റെ പടം കുറച്ചുകൂടി വലുതായിട്ട് കാണിച്ചു തരാം. ഇത് ട്രക്കിയ ആണെങ്കിൽ ട്രക്കിയുടെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിന്റെ മണ്ടയ്ക്ക് ഇതാക്കിയ പോലത്തെ ഒരു ലിപ് കവറിംഗ് ഉണ്ട്. ആ കവറിംഗ് നമ്മൾ പറഞ്ഞതാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, ഫുഡ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. ഫുഡ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അറിയാം ഫുഡ് ആണെന്ന്. അന്നേരം ഈ എപ്പിഗ്ലോട്ടിസിനോട് പറയും അടയ്ക്കാൻ പറയും, തുറക്കാൻ പറയും. കാരണം ഇതേക്കൂടെ എന്തോ പോലെ ഇത് ഏത് പൈപ്പാ? ഇത് ഏത് പൈപ്പാ? വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ. ഇത് ഇസോഫാഗസ് അല്ലെങ്കിൽ വേറെ ഫുഡ് ഇതുവഴി പോകണം, ഇതുവഴി പോകണം. ഇതിന്റെ പേര് ഇസോഫാഗസ് വഴി ഫുഡ് പോകണം. ശരിയാണ്. അപ്പൊ ഫുഡ് ഇതുവഴി ഇറങ്ങി വരും. ഇതുവഴി ഇറങ്ങി വരുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് തുറന്നിരിക്കണോ അടഞ്ഞിരിക്കണോ? ഫുഡ് പോകേണ്ടത് ഈ വഴിയോ ഈ വഴിയോ? ഫസ്റ്റ് വഴിയല്ലേ? ഇസോഫാഗസ് വഴിയല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യണം? അടച്ചു വെക്കണം. എപ്പിഗ്ലോട്ടിസ് എന്തോ ചെയ്യും? എപ്പിഗ്ലോട്ടിസ് എന്തോ ഇങ്ങനെ തുറന്നിരിക്കോ അടച്ചു വെക്കും? അടച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. ഇതിപ്പോ എപ്പിഗ്ലോട്ടിസ് സംഭവിച്ചോ? ഈ എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ ഇരുന്ന ഫുഡ് വന്നപ്പോൾ താഴെ ഇങ്ങനെ അടഞ്ഞു. അടഞ്ഞോ? ഇതിലൂടെ പോകും, ഇതിലൂടെ പോകും, മാത്രമേ പോകും. തട്ടി കയറുമോ? ഇനി ഫുഡ് കഴിഞ്ഞു. ഓക്കെ, ഫുഡ് നമ്മൾ കഴിച്ച് വിഴുങ്ങി ഇറക്കി കഴിഞ്ഞു. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബ്രീത്ത് ചെയ്യും. ഓക്കെ, ഇതാണ് സംഭവിക്കുക. അപ്പൊ പിന്നെ എങ്ങനെ തൊണ്ടക്കുഴി മരിക്കുന്നത്? രണ്ട് വഴിയുണ്ടായിട്ട് തിന്നുമ്പോ തന്നെ ശ്വാസം. വേറെ ഡോൺസിംഗ് തന്നെ വരും. ആ ഡോൺസിംഗ് അല്ലാണ്ട് വേറെ ആരെങ്കിലും അഭിപ്രായമുണ്ടോ? തിന്നുമ്പോ തന്നെ ശ്വാസം വേറെ
നമ്മള് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ? നിങ്ങളെ നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും ആണോ? നമ്മുടെ മറ്റേ വീട്ടിലെ മിച്ചറും കപ്പലിന്റെ ഒക്കെ തരും, നമ്മൾ എങ്ങനെ കഴിക്കുന്നത്? വാവോട് കഴിക്കുന്നില്ല, ചവച്ച് നമ്മൾ ഇരുന്നാണോ കഴിക്കുന്നത്? അല്ല, നമ്മളിങ്ങനെ കിടന്നൊക്കെ കഴിക്കും. നമ്മളിങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ ഇങ്ങനെ കിടന്ന് കഴിക്കും, അല്ലെങ്കിൽ കപ്പലണ്ടി കിടന്ന് കഴിക്കും, അല്ലയോ? ചാരി കിടക്കും. പിന്നെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ വല്ലതും കൊണ്ട് തന്നെ നമ്മൾ അത് ഇങ്ങോട്ട് രണ്ടെണ്ണം ഓടിയിട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ വരും, ഇല്ലയോ? ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഈ എപ്പിഗ്ലോട്ടിസ് നേരാണെന്ന് അറിയില്ല. ഫുഡ് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം അറിയണം. പക്ഷെ നമ്മുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് നമ്മൾ നേരത്തെ പരിപാടി ചെയ്യുക, ഫുഡൊന്നും കഴിക്കില്ല. അപ്പൊ ഇതിനെ അടക്കത്തില്ല. അടക്കാതെ ഇരിക്കുന്നത് തുറന്നിരിക്കുന്ന സമയത്ത് ഈ കപ്പലണ്ടി ആണെങ്കിലും റംബൂട്ടാനാണെങ്കിലും ഇതിനകത്തോട്ട് കയറിപ്പോ. ഇതിനകത്തോട്ട് കയറിപ്പോ നമ്മുടെ ലെൻസിനകത്ത് എത്തത്തില്ല. ആ റംബൂട്ടാനൊക്കെ ഈ വഴി ഈ ഇവിടെ ബ്ലോക്കൊക്കെ കുടുങ്ങിയിരുന്നാൽ പിന്നെ ഏറെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച പ്രോസസ്സിന് വേഗം സ്വാളോഗി പഠിച്ചില്ല, സ്വാളോഗി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ നമ്മളിപ്പോ കുറെ പാർട്സ് പഠിച്ചു. ഓക്കെ, അപ്പൊ ഫുഡ് എടുക്കുന്ന അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഓപ്പണിങ്ങിനെ വിളിക്കുന്നത് എന്താ? ഫുഡ് കഴിക്കുന്ന ഓപ്പണിങ്ങിന്റെ പേര് മൗത്ത്. ഏത് കേൾപ്പ് പോകുന്ന ഓപ്പണിങ്ങിന്റെ പേര് മൗത്ത്. പിന്നെ ഫുഡ് പൈപ്പും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നമ്മുടെ ഉപയോഗിക്കുന്ന മൗത്തിന്റെ ട്യൂബും അതുപോലെ നേസൽ ക്യാവിറ്റി തമ്മിലുള്ള ജംഗ്ഷൻ വിളിക്കുന്ന പേര് ഫാരിങ്സ്. ഫാരിങ്സ് പിന്നീട് രണ്ട് പൈപ്പുകളിലേക്ക് ലീഡ് ചെയ്യും. ഒന്ന് ട്രക്കിയ, രണ്ട് ട്രക്കിയ is also known as pipe and esophagus is also known as pipe. ട്രക്കിയ കൂടെ എന്താ കേൾക്കുക? എയർ കേൾക്കും. esophagus കൂടെ ഫുഡ് കേൾക്കും. അന്നേരം ഇവിടെ പറഞ്ഞ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രക്കിയക്ക് എന്തുണ്ട്? ഒരു ഓപ്പണിംഗും ഉണ്ട്, അതിലൊരു അടപ്പും ഒരു ലിഡ് കവറിംഗും. ഓപ്പണിംഗ് നമ്മൾ പറയുന്നത് ഗ്ലോട്ടിസ്, അടപ്പിനെ വിളിക്കുന്നത് ഫുഡ് വരുമ്പോ എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യോ ഓപ്പൺ ചെയ്യോ? ക്ലോസ് ചെയ്യോ ഓപ്പൺ ചെയ്യോ? ക്ലോസ് ചെയ്യും. എയർ വരുമ്പോ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പരിപാടിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സ്വാളോയിങ് എന്ന് പറഞ്ഞ പ്രോസസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോ പേര് പഠിച്ചോ, പാർട്സിന്റെ എല്ലാം പേര് പഠിച്ചോ. നാക്ക് വെച്ച് മേളിൽ ഇപ്പിയാക്കി കൊണ്ടാകുന്ന പാർട്സിന്റെ പേര് എന്താ? ഇപ്പിയാണ് സൈഡിലെ പാർട്സിന്റെ പേര്. ഇത് പേര് ഈ ഒരു പാർട്ടിന് വരും. ആ പാർട്ടി ഞാൻ ഇതിനകത്ത് കാണിച്ചത്. നിങ്ങളെ വായൊക്കെ തുറന്ന് വിളിച്ച് നമ്മൾ കണ്ണാടി വരുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ആദ്യത്തെ ഒരു സമയത്ത് കിടന്നുണ്ട്. അതിന്റെ പേരെന്താ പറയും? പേരറിയാമോ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വലുതായി കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? ഇത് മൗത്താണ്. മൗത്തിന്റെ അകത്തുള്ള സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മുടെ നാക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ടങ്. ഈ ടങ് കഴിഞ്ഞിട്ട് ടങ്ങിന്റെ മോൾ ഭാഗം നമ്മൾ വിളിച്ച ടങ് വെച്ച് പറയുമ്പോൾ പാരറ്റായി കാണിച്ചിരിക്കുന്നു. പാരറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ നമ്മൾ വാ തുറന്ന് പിടിക്കുമ്പോൾ തൂങ്ങി കിടക്കുന്നതാണ്. ഇതാണ്. ഇതിന് നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്. അയാൾ പറഞ്ഞ പേരാണ് എന്ത് പറയും? ഊളാന്ന്. എന്ത് പേര്? ഊള. ഞാൻ പറഞ്ഞ പേര് പറഞ്ഞാൽ പേരാ ഊള. എന്ത് പേര്? ഊളാന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ചെറുനാക്കെന്നൊക്കെ മലയാളത്തിൽ പറയാം. നാക്കല്ല, ചെറുനാക്കെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന സ്ട്രക്ചറാണ് ഊളാന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പൊ ഈ പറഞ്ഞ സംഭവം ഞാൻ ഇവിടെ കാണാം. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാ. അതാണ് നമ്മൾ സ്വാളോയിങ് പ്രോസസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാളോയിങ് പഠിക്കാൻ പോവാ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാർട്സ് ആണ് പഠിച്ചത്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്സുകൾ നമുക്കറിയാം. ഇനി നമ്മൾ ആ പ്രോസസ് പഠിക്കാൻ പോകും. ഓക്കെ, റെഡിയാണോ? ഇത് ഓക്കെയാണ്? ഇത്ര സെറ്റാണോ? ഇത്ര സെറ്റാണെങ്കിൽ നമ്മൾ ബാക്കി സ്റ്റെപ്പ് പഠിക്കാനായിട്ട് പോകും. ഓക്കെ, അപ്പൊ ഒരാളെ എഴുതിക്കാം. ആരെങ്കിലും എഴുതിക്കാം. ഓടിയാ പേരെന്തുവാ? റൈഹാൻ. ഓടിയോ? അവിടെ പഠിച്ചാൽ കാണാൻ പറ്റൂലേ എല്ലാവർക്കും? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് സ്വാളോയിങ് പഠിക്കുന്നത്? സ്വാളോയിങ് എന്താണെന്ന് പഠിക്കാൻ പോവാ. അവിടെ നോക്കിപ്പോ
swallowing എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a process of movement of food from mouth to pharynx then to stomach. എന്ന് വെച്ചാൽ ഫുഡ് ആദ്യമേ മൗത്തിൽ എത്തുന്നു, പിന്നെ അത് ഫാരിങ്സിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റൊമക്കിലേക്ക് പോകുന്ന ആ മൂവ്മെന്റിനെ നമ്മൾ പറയുകയാണെന്ന് പറയും swallowing. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അതാണ് പഠിക്കുന്നത്. പിന്നെ അതിന്റെ സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഓക്കെ, സ്റ്റെപ്സ് റീഹാൻ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? ഇപ്പോ സൈഡ് compresses the food into balls with the help of the palate. Palate. Okay, അടുത്തതായി സെക്കൻഡ് സ്റ്റെപ്പ് ഊള. Ula causes the nasal cavity that opens to pharynx. Next point. allows food to move over the epiglottis into the esophagus. Esophagus. Very good. അടുത്ത last point. Trachea rises up and is closed by the epiglottis. Okay, അപ്പോൾ റീഹാൻ ഒരു കൈ കൊടുത്തേ. അപ്പോ എന്താണ് swallowing എന്നുള്ളതും അതിന്റെ സ്റ്റെപ്പും ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, swallowing അതിന്റെ 4 സ്റ്റെപ്പും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് ഞാൻ എന്താണ് swallowing എന്നുകൂടി പറഞ്ഞുതരാം. It's the process of food from mouth to pharynx then to stomach. എന്ന് വെച്ചാൽ അവിടെ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, നമ്മള് ഫുഡ് കഴിക്കാൻ പോവാം. നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചത് വിചാരിച്ചോ, എല്ലാവർക്കും ബിരിയാണി വെച്ചത്. ബിരിയാണി കൊണ്ട് തന്നു, നമ്മൾ ആദ്യത്തെ പിടി ബിരിയാണി ചോറെടുത്തു, വായിക്കകത്ത് വെച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക? ചവച്ചരയ്ക്കും. ചവച്ചരച്ചതിന് ശേഷം നമ്മളത് ഫുഡ് എങ്ങോട്ടേക്കാ പോകുന്നത്? മൗത്തിൽ നിന്ന് ഫുഡ് പോകുന്ന സ്ഥലം ഫാരിങ്സ്. ഫാരിങ്സിന് പിന്നെ ട്യൂബിന്റെ പേര് ഈസോഫാഗസ്. പിന്നെ എവിടെ എത്തുന്നത്? സിമ്പിൾ. എന്തോ പ്രോസസ്? പ്രോസസ് എന്ത് പറയും? ഡെഫിനിഷൻ പറ. ഒരാൾ ഒറ്റയ്ക്ക് പറഞ്ഞേ, പറ, അവിടെ പറ. എന്നെ നോക്കി പറ, നോക്കണ്ട, പറ. It's a process of movement of mouth to pharynx then to stomach. Okay, very good. ഇനി നോക്കാം. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫുഡ് കൊണ്ടുവന്നു, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പ്രോസസ് എന്തുവാ? ചവച്ചരയ്ക്കും. ചവച്ചരയ്ക്കുന്ന ഫുഡിനെ നമ്മുടെ നാക്കും അതുപോലെ തന്നെ തൊട്ട് മേലേക്ക് പാലറ്റും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? ബോളുകളാണ്, ചെറിയ 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 ഒരു ഉരുള പോലെ ആക്കി. അപ്പൊ ഈ ബോൾ ആക്കുന്ന ഫുഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോൾ ആക്കിയതിനു ശേഷം അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാരിങ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടങ്ങും പാലറ്റും കൂടി ചേർന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഫുഡിന് എന്ത് ചെയ്യും? ചെറിയ 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 ബോൾസ് ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. The tongue compresses the food into balls with the help of palate. ടങ് എന്താ ചെയ്യുന്നത്? ആ ഫുഡിനെ ചെറിയ 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 ബോൾസ് ആക്കി മാറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. പാലറ്റ് എന്തുവാ? ടങ്ങിന്റെ ബോളുള്ള സ്ട്രക്ചർ, അതിനെ പറഞ്ഞതാണ് പാലറ്റ്. അത് രണ്ടിനെ ഹെൽപ്പോട് കൂടി ഫുഡിനെ എന്താക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും? ബോൾസ് ആക്കി മാറ്റാൻ. എന്നിട്ട് ആ ബോൾ നമ്മൾ കുപ്പിക്കളയും. ഇതെന്തു ചെയ്യും? ഇറക്കാൻ. രണ്ടാം സ്റ്റെപ്പ് uvula crosses the nasal cavity that opens to pharynx. ഇപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ഇത് വേണ്ടോ? നേസൽ ക്യാവിറ്റി എന്നാണ് പേര്. നമ്മൾ uvula എന്ന് പറയുന്ന സ്ട്രക്ചർ പഠിച്ചായിരുന്നോ? പഠിച്ചില്ലായിരുന്നോ? uvula ചെറുതാണ്, നമ്മുടെ വായിക്ക് അകത്താണ്. ആ സംഭവം ആണ് ഇവിടെ ആയിട്ട് വരച്ചു. ഈ uvula അതാണ് ഇരിപ്പുണ്ട്. ഇവിടെ uvula എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ആണ് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഈ uvula എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ താഴോട്ടാണ് സാധനം മേലോട്ടായിരിക്കും. അങ്ങനെ മേലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ക്യാവിറ്റിയുടെ പേര് നേസൽ ക്യാവിറ്റി. ഈ ഫുഡ് താഴോട്ട് മാത്രം വരും, ഫുഡ് മേലോട്ട് പോകും. ആര് തടയും അതിനെ? ഓക്കെ, ഫുഡിനെ താഴോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് uvula. ഈ uvula ഇല്ലെങ്കിൽ സംഭവിക്കും, uvula ഇല്ലെങ്കിൽ ഒരാൾ uvula ഇട്ടില്ല സംഭവിക്കും. ഫുഡ് ഇങ്ങോട്ട് പോവാം, ഫുഡ് വഴി കൂടെ മൂക്കി കൂടെ ഫുഡ് വരും. നമ്മൾ ചിലപ്പോൾ ചോറൊക്കെ തരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മള് മൂക്കിനകത്തോടെ ചോറ് വരാറുണ്ട്, കണ്ടിട്ടുണ്ടോ? മണ്ടയ്ക്ക് എന്നൊക്കെ പറയാം, ഇല്ലയോ? അങ്ങനെ വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇവിടെ ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അത് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്ന പൊസിഷനകത്തുണ്ടാകുന്ന പ്രശ്നം. നമ്മൾ ചിലപ്പോൾ കിടന്നുകൊണ്ട് കഴിക്കും, അല്ലെങ്കിൽ ഓടിക്കൊണ്ട് കഴിക്കും, അപ്പോഴൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ uvula മെയിൻ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റ്. എന്താ വായിച്ചേ? uvula crosses the nasal cavity that opens to pharynx. uvula ആണ് ഈ പറഞ്ഞ രീതിയിൽ ഈ nasal cavity എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്ത് വെക്കുന്നത്. അതുവഴി ഫുഡ് കറക്റ്റ് ആയിട്ട് താഴോട്ട് വരും, മേലോട്ട് കയറി വരിക. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്തുവാ? തേർഡ് സ്റ്റെപ്പ്
posterior part of the tongue allows the food to move over the epiglottis in this way. അതായത് നമ്മൾ ഇപ്പൊ നിങ്ങൾ ഒന്ന് തുപ്പലം നിറക്കി നോക്കി, നിങ്ങൾ നാക്ക് ഫ്രണ്ടിലോട്ടാണ് തള്ളിയത് ബാക്കിലോട്ടാണ് തള്ളിയത്? തുപ്പൽ ഇറക്കിപ്പോ ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്തത്? ഫ്രണ്ടിലോട്ടാണ് തള്ളിയത് ബാക്കിലോട്ടാണ് തള്ളിയത്? നാക്ക് ബാക്കിലോട്ടല്ലേ തള്ളിയത്? നമ്മളിങ്ങനെ നാക്ക് പുറത്തോട്ടാണ് ബാക്കിലോട്ടാണോ ഫ്രണ്ടിലോട്ടാണോ? ബാക്കിലോട്ട്. ഓക്കെ, അപ്പൊ ബാക്കിലോട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫുഡിനെ നാക്ക് പുഷ് ചെയ്യുമ്പോഴാണ് ഈ ഫുഡ് എന്ത് ചെയ്യുന്നത്? താഴോട്ടേക്ക് പോകുന്നത്. ഓക്കെ, താഴോട്ടേക്ക് പോകുന്നത് മെയിൻ ആയിട്ടും ബാക്ക്വേർഡ് മൂവ്മെന്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏത് പാർട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റീരിയർ പാർട്ട്. പോസ്റ്റീരിയർ ആംഗിൾ എന്താ അറിയോ? ഇല്ല, കേട്ടിട്ടില്ല. പോസ്റ്റീരിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റീരിയർ ആംഗിൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വടിയുടെ ഒരു ഹെഡും ടെയിലും നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഹെഡും ടെയിലും ആണെന്ന് വെച്ചോ. ഈ തുടക്കമുള്ള പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹെഡ് എന്ന് പറയാം, ഇതിന് ടെയിൽ എന്ന് വിളിക്കാം. പിന്നെ കുറച്ചുകൂടെ നമ്മൾ സയന്റിഫിക്കലി പറയുന്ന പേരാണ് ഹെഡിനെ നമ്മൾ ആന്റീരിയർ എന്ന് വിളിക്കും, ടെയിലിന് നമ്മൾ എന്താ പറയും? പോസ്റ്റീരിയർ. ഓക്കെ, അതേപോലെ നാക്കിന്റെ തുടക്കം അല്ലേ? ഇതിലെ നാക്കിന്റെ തുടക്കം അതിന് നമ്മൾ എന്ത് പറയും? ആന്റീരിയർ ഓർ പോസ്റ്റീരിയർ? ആന്റീരിയർ. ബാക്ക് സൈഡിനെ പോസ്റ്റീരിയർ. അപ്പൊ നാക്കിന്റെ ഈ വശം ഉപയോഗിച്ച് ഫുഡിനെ എന്ത് ചെയ്യും? ബാക്കിലോട്ട് തള്ളും. അപ്പൊ ഫുഡ് ഈ പറഞ്ഞ രീതിയിൽ അക്കോർഡിംഗ് പോകും. അതാണ് സംഭവം. അപ്പൊ അത് ഫുഡ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ എപ്പിഗ്ലോട്ടിസിന്റെ റോളിൽ കൂടി ഇസോഫാഗസിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ബൈ ദി എപ്പിഗ്ലോട്ടിസ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ നമ്മുടെ തുപ്പലൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നാട് ഇവിടെ ഒന്ന് പിടിച്ചു നോക്കിയേ. ഇവിടെ തൊടുന്ന സ്ഥലം എന്തോ ഇവിടെ പിടിച്ചു നോക്കിയേ. എന്ത് സംഭവം? അതവിടെ ട്രക്കിയാണ്. ഓക്കെ, ട്രക്കിയാണ് നിങ്ങൾ പിടിച്ചേക്കുന്ന സംഭവം. ഓക്കെ, ആ ട്രക്കിയില് നമ്മൾ തുപ്പലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുന്ന സമയത്ത് ഈ ട്രക്കി ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. ചെറുതായിട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് പുറത്തോട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നത് കാണാം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ലാസ്റ്റ് പറയുന്നത് പോയിന്റ്. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദി എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന പാർട്ട് ഈ പറഞ്ഞ ഗ്ലോട്ടിസിനെ കവർ ചെയ്ത് അടഞ്ഞു വരുന്ന സമയത്ത് ട്രക്കി എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് റൈസ് ചെയ്യും, ഉയർന്നു വരും. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ swallowing എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയാം, ടങ് കംപ്രസ് ദ ഫുഡ് ഇൻടു ബോൾഡ് ടൈപ്പ് ഓഫ് പാലറ്റ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, uvula closes the nasal cavity that opens the pharynx. Third point, posterior part of the tongue allows the food to move over the epiglottis into the esophagus. The last part of the trachea rises up and is closed by the epiglottis. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി സംഭവം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് വീഡിയോ കണ്ടു. ഓക്കെ, ഇത് പറയുന്നതാണ് കുറച്ച് നല്ലത്. വീഡിയോ കാണുമ്പോൾ നമുക്ക് 4 സ്റ്റെപ്പുകളും കുറെ കൂടി വൃത്തിയായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചു നോക്കി നമ്മൾ പറഞ്ഞ കാര്യമെല്ലാം പച്ചക്കറി കാണിച്ചിരുന്നു. Let's slow down the animation in order to more clearly appreciate what happens during normal swallowing. The 4 stages are as follows. 4 സ്റ്റേജാണ് പറഞ്ഞത്. Oral transit stage, pharyngeal stage, esophageal stage. During the oral pharyngeal stage, food is kept in the front part of the mouth for a bit of forceful saliva. ഇത് നമ്മുടെ ഉള്ളയാണ്. ഇവിടെ ഇങ്ങനെ താഴോട്ട് കിടന്ന സ്ട്രക്ചർ ആയിരുന്നു. പക്ഷെ ഫുഡ് വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അതിന്റെ മേളിലേക്ക് പോയി ഇവിടുത്തെ ക്യാവിറ്റി ഉണ്ടോ? നേസൽ ക്യാവിറ്റി ഉണ്ടോ? നേസൽ ക്യാവിറ്റി എന്ത് ചെയ്തു? അടച്ചു വെക്കുകയും ചെയ്തു. ഓക്കെ, Naturally shown by the pharyngeal muscles which contract squeezing bones down. ഇനി നോക്കിക്കോണേ. The cricopharyngeus muscle or upper esophageal sphincter relaxes and opens to allow food and rivers to pass. പഠിക്കണ്ട. Once the bolus passes the ഇവിടെ നോക്കിക്കോ, ഇത് ട്രക്കിയ.
ഫ്രണ്ടിൽ ഇരുന്ന ട്രക്കിയ, ബാക്കിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഇസോഫാഗസ്. അപ്പൊ അതാണ് ഇവിടെ വന്നിട്ട് ഇതാണ് ഇങ്ങോട്ടേക്കാണ് പോയത്. അതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന എപ്പിഗ്ലോട്ടിസ് ആണ്. ഓക്കെ, Pharyngeus muscle, the esophageal stage. എപ്പിഗ്ലോട്ടിസ് തുറക്കാൻ കഴിയുന്നുണ്ടോ? Pharyngeus muscle closes back up to prevent any regurgitation back up into the throat. The esophageal muscles continue to propel the bolus into the stomach by a coordinated muscle contraction and relaxation known as peristalsis. The mouth and throat resets to prepare for the next swallowing event. Okay. Should there be any deficits or coordination problems at any point during the 4 stages of normal swallowing, choking, aspiration, ഇതാണ് സിമ്പിളി നമ്മൾ ചെയ്യുന്ന പ്രോസസ്. സിമ്പിൾ ആയിട്ടാണ് കാണിച്ചത്. ബോൾ ആകുന്നു, പോകുന്നു, എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ പ്രോസസ് കിട്ടിയോ നിങ്ങൾക്ക്? പ്രോസസ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഒരു ആക്ടിവിറ്റി കാണിക്കാൻ തരാം. ഇതിന്റെ ബാക്ക് സൈഡിൽ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓരോ ബെഞ്ചുകാരും ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ പേനൊക്കെ തരാം. ഒരു പേന മതി, ഒരു പേന. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അത് വായിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു പേന ഉണ്ട്, 2 പേന ഉണ്ട്. ആ അവിടെ എടി ഒരു പേന കൊടുക്കും. ഇവിടെ പേന ആയില്ലയോ? ഇവിടെ പേന അവിടെ കിട്ടിയോ? അവിടെ പണി കിട്ടിയോ? ആ കൊടുത്തോളൂ. കയ്യില്ല, ഞാൻ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിച്ചോ? എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോ. വാട്ട് ഈസ് ഫോളോവിംഗ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫോളോവിംഗ്? എന്ത് പറ. mouth to stomach is known as swallow. Okay, ശരിയല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, dash helps to roll the food into balls. ഇവിടെ പറ. tongue and palate. Okay. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പറയണം. trachea rises up and closed by dash. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇവിടെ നാലാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യോ? ഓക്കെ, അവിടെ എഴുതിയ ആൾക്കാർ വായിച്ചു. മലയാളത്തിൽ പറ. ഡിഫൈൻ ദ ഫംഗ്ഷൻ ഓഫ് ട്രക്കിയ ആൻഡ് ഊള എന്നാണ് ക്വസ്റ്റ്യൻ. പറ, നീ പറ, നിനക്ക് അറിയാവുന്നല്ലേ പറ. ഊള എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഊള നേസൽ ക്യാവിറ്റി. ട്രക്കിയ ട്രക്കിയ കേട്ടില്ല. ട്രക്കിയ എന്ത് പൈപ്പാ? വെയിറ്റ് പൈപ്പ്. അപ്പൊ നേരെ എന്താ പോകുന്നത്? ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്തു. അപ്പൊ എല്ലാവർക്കും കഴിച്ച് ഈ ആക്ടിവിറ്റി കാർഡ് തിരിച്ചു തരണം. ആക്ടിവിറ്റി കാർഡ് തിരിച്ചു തരണം. ഇതിന് ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതണ്ട, പറയുക. ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് of following. ഇതാണ് ഹോംവർക്ക്.
കഴിഞ്ഞു